എല്ലാവർക്കും നമസ്കാരം. പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് കൺവേസ് ദ മീനിങ് ഓഫ് ദ വേർഡ് റിപ്പബ്ലിക് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആക്ച്വലി ഓപ്ഷൻ എ എലക്റ്റഡ് ഹെഡ്, നോമിനേറ്റഡ് ഹെഡ്, സബോർഡിനേറ്റ് ഹെഡ്, ഹെറിഡിറ്ററി ഹെഡ്. ഏതാണ്? ഓപ്ഷൻ എ എലക്റ്റഡ് ഹെഡാണ്. അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൂടെ കഴിഞ്ഞിട്ട് പോകാം, അപ്പോൾ കുറേ കൂടെ ക്ലാരിറ്റി വരും. അപ്പോൾ എന്താണ് റിപ്പബ്ലിക് എന്ന് അർത്ഥമാക്കുന്നത്? എലക്റ്റഡ് ഹെഡാണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് പൊളിറ്റിക്കൽ പവർ റെസ്റ്റ് വിത്ത് ദ പബ്ലിക് ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ മൊണാർക്കി ഇൻ ഇന്ത്യ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. എന്താണ്? പ്രസിഡന്റ് എലക്റ്റഡ് ഹെഡാണ്. അതാണ് റിപ്പബ്ലിക്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചോദ്യം ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാം. സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ്. അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ ഈസ് എ ഡാഷ് കൺട്രി. എന്താണ്? റിലീജിയസ്, ലിബറൽ, അരിസ്ട്രോക്രാറ്റിക് അല്ലെങ്കിൽ റിപ്പബ്ലിക്? ഏതാണ്? റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? പ്രിയാമ്പിളിലില്ലാത്ത വാക്ക് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോവറിൻ, ഫ്രട്ടേണിറ്റി, ജസ്റ്റിസ്, ഫെഡറലിസം. ഏതാണ്? ഫെഡറലിസമാണ്. ഓപ്ഷൻ ഡി ഫെഡറലിസം. ഫെഡറലിസം ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി പ്രിയാമ്പിൾ. സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഫ്രട്ടേണിറ്റി, ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, സോഷ്യലി, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇതെപ്പോഴാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് 1976 ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിയാമ്പിളിൽ ഇല്ലാത്ത വാക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഏതാണ്? ഫെഡറലിസം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, വിച്ച് ഇസ് നോട്ട് എ യൂണിറ്ററി ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? യൂണിറ്ററി ഫീച്ചർ അല്ലാത്ത ഏതാണ്? ബൈക്യാമറൽ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി സിസ്റ്റം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണർ ഓഫ് ദി പ്രസിഡന്റ്. ഏതാണ്? ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്തല്ല? യൂണിറ്ററി ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം, ഹൂ അമംഗ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്ഡ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ? ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞ ആരാണ്? എ വി ഡൈസി ആണോ, ഗുണ്ണർ മിർദായലാണോ, കെ സി വെയർ ആണോ? കെ സി വെയർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി കെ സി വെയർ. കെ സി വെയർ ആണ് പറഞ്ഞിരിക്കുന്നത് ക്വാസി ഫെഡറലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ക്വാസി ഫെഡറൽ. അടുത്തൊരു ടഫ് ക്വസ്റ്റൻ ആണ്. ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ദി ഹൗസ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? ഒരുപാട് മൈനർ മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആരായിരുന്നു ഹെഡ് ചെയ്തിരുന്നത്? ബി പട്ടാഭി സീതാരാമയ്യ ആണ്. ഓപ്ഷൻ എ ആണ് ശരി. സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ഉണ്ട്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ വാസ് ദ ചെയർമാൻ ഓഫ് ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ആരാണ്? ഏത് കമ്മിറ്റിയാണ്? ക്രെഡൻഷ്യൽസ് കമ്മിറ്റിയാണ്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ വാസ് ദ ചെയർമാൻ ഓഫ് ദി ക്രെഡൻഷ്യൽസ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ എ. ഓർത്ത് വെക്കണേ. വേറൊരു ചോദ്യം, ഹൂ അമംഗ് ദ ഫോളോയിങ് ബിക്കേം ദ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രം മദ്രാസ് കോൺസ്റ്റിറ്റ്യുവൻസി 1946? 1946 മദ്രാസ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മെമ്പർ ആയത് ആരാണ്? ഓപ്ഷൻ എ അമ്മു സ്വാമിനാഥനാണ്. ഓപ്ഷൻ എ അമ്മു സ്വാമിനാഥൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഗവർണർ ഓഫ് സ്റ്റേറ്റ്? എത്ര വയസ്സാണ്? 35 വയസ്സാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആവാനുള്ള മിനിമം ഏജ് എത്രയാണ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണം. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് ഈ സെക്ഷൻ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. വിച്ച് ഇസ് ദ മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്? എത്രയാണ്? 35 വയസ്സാണ്. അടുത്ത ചോദ്യം, ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സൈൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്ത് ഒപ്പുവെച്ചത്? എപ്പോഴാണ്? 24 ജനുവരി 1950. 24 ജനുവരി 1950. ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സൈൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓൺ 24 ജനുവരി 1950. അടുത്തത് സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫ്രം വിച്ച് കൺട്രി വർ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് രാജ്യത്തു നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്? ഈ കോൺസെപ്റ്റ് അയർലൻഡിൽ നിന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് ആർട്ടിക്കിൾസാണ്? 36 മുതൽ 51 വരെയാണ് ആർട്ടിക്കിൾസ്. ഏതാണ്? പാർട്ട് 4 ആണ് അല്ലേ? പാർട്ട് 4 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആർട്ടിക്കിൾസ് 36 മുതൽ 51 വരെ. പാർട്ട് 4 ആണ്. അയർലൻഡാണ് രാജ്യം. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എവിടെ നിന്നാണ്? ബൈക്യാമറൽ സിസ്റ്റം എവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്? ദ ഫീച്ചർ ഓഫ് ബൈക്യാമറലിസം ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ബോറോഡ് ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ? ഏതാണ്? ബ്രിട്ടനാണ്. ലണ്ടൻ മറ്റേ അവിടുത്തെ സിറ്റിയാണ് ബ്രിട്ടനാണ്. ബ്രിട്ടൻ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം. ഓപ്ഷൻ ഡി. ഫീച്ചേഴ്സ് ബോറോ ചെയ്തതിൻ്റെ കാര്യം ഒന്നുകൂടെ നോക്കാം. ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ബോറോഡ് ഫ്രം വിച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഏതാണ്? USSR, കാനഡ, ബ്രിട്ടൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA ആണ്. ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രിയാമ്പിൾ. ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടാക്കിയത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കോൺസെപ്റ്റാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അടുത്തത് കോൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്? ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഏതാണ്? ഏത് രാജ്യമാണ്? ജപ്പാനാണോ, US ആണോ, ഫ്രാൻസ് ആണോ, ബ്രിട്ടൻ ആണോ? ജപ്പാനാണ്. ജപ്പാനാണ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ ഐഡിയ ഓഫ് റൂൾ ഓഫ് ലോ വാസ് അഡോപ്റ്റഡ് ഫ്രം വിച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഐഡിയ ഓഫ് റൂൾ ഓഫ് ലോ ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം ആണ്, UK ആണ് അല്ലെങ്കിൽ ബ്രിട്ടൻ ആണ്.
ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ടു സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 15-21 2-4 5-11 25-31 5-11 കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 5-11 കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദി അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ്സ് ദി പ്രൊവിഷൻസ് ഫോർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് 5-11 ആണ്. അടുത്ത ചോദ്യം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വർ നോട്ട് പ്ലേസ്ഡ് ഇൻ പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് പാർട്ട് 3 ഈസ് ഡാഷ്. ഇത് കുറച്ചുകൂടെ കോൺസെപ്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വർ നോട്ട് പ്ലേസ്ഡ് ഇൻ പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് പാർട്ട് 3 ഈസ് ഡാഷ്. എന്താണ്? ജസ്റ്റിഷ്യബിൾ എന്നാണ്. എന്തുകൊണ്ടാണ്? പാർട്ട് 3ൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണുള്ളത് അല്ലേ? പാർട്ട് 3 അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? കാരണം പാർട്ട് 3 എന്താണ്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തെങ്കിലും തരത്തിൽ അത് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാനും അത് കോടതിയിൽ പോയിട്ട് അത് പരിഹരിക്കാനും പറ്റും എന്നുള്ളതാണ് ജസ്റ്റിഷ്യബിളിൻ്റെ അർത്ഥം അല്ലേ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വർ നോട്ട് പ്ലേസ്ഡ് ഇൻ പാർട്ട് 3. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാർട്ട് 3-ലല്ല. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണ്? പാർട്ട് 4A-ലല്ലേ ഉള്ളത്. അതായത് അത് ജസ്റ്റിഷ്യബിൾ അല്ല, മറിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റിഷ്യബിൾ ആണെന്നാണ്. ഈ ക്വസ്റ്റൻ ഇങ്ങനെ ഒരു വേർഡിങ് വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോകരുത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വർ നോട്ട് പ്ലേസ്ഡ് ഇൻ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് പാർട്ട് 3 ഈസ് ജസ്റ്റിഷ്യബിൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ജസ്റ്റിഷ്യബിൾ അല്ല, പക്ഷേ പാർട്ട് 3-ലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ത് തന്നെയാണ്? ജസ്റ്റിഷ്യബിൾ ആണ്. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് തന്നെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 32 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും രീതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ വി ക്യാൻ അപ്രോച്ച് ദി കോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വർ നോട്ട് പ്ലേസ്ഡ് ഇൻ പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് പാർട്ട് 3 ഈസ് ജസ്റ്റിഷ്യബിൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റിഷ്യബിൾ ആവും, കോടതിയെ സമീപിക്കാൻ പറ്റുന്നതും. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങളാണ്. അതിന് വേണമെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കി എൻഫോഴ്സ് ചെയ്യിപ്പിക്കാം, പക്ഷേ എന്നാലും ഇൻ ജനറൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ്. വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ്സ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏതുമായി ബന്ധപ്പെട്ടാണ്? പാർട്ട് 4 അല്ലേ? പാർട്ട് 4 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അയർലൻഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 36-51 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഒരു ടഫ് ക്വസ്റ്റ്യൻ പറയട്ടെ. ആസ് പെർ ആർട്ടിക്കിൾ 172(2) സബ് ക്ലോസ് 2 ഡാഷ് ഓഫ് എ സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി സബ്ജക്റ്റ് ടു ഡിസൊല്യൂഷൻ. ആർട്ടിക്കിൾ 172(2) പ്രകാരം സ്റ്റേറ്റിലെ ഏത് ബോഡിയാണ് ഡെസല്യൂഷന്, അതായത് പിരിച്ചുവിടാൻ പറ്റാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈസിലി പറയാം ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. കാരണം 2 കൗൺസിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദി എന്താ പറയുക ആൾക്കാരല്ലേ, പീപ്പിൾ. 2 ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആയിട്ടുള്ള രാജ്യസഭ ഇതുപോലെ എന്താണ് നമുക്ക് ഡിസൊല്യൂഷൻ ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ആസ് പെർ ആർട്ടിക്കിൾ 172(2) ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കനോട്ട് ബി സബ്ജക്റ്റഡ് ടു ഡിസൊല്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഒക്കെ വരാൻ പോകില്ല. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് ഇതൊരു കോണ്ടെക്സ്ച്വലി വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ്സ് ദ ലോ ഡിക്ലെയർഡ് ബൈ സുപ്രീം കോർട്ട് ഷാൽ ബി ബൈൻഡിങ് ഓൺ ഓൾ കോർട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന നിയമം, സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന നിയമം ബൈൻഡിങ് ആണ് എല്ലാ കോടതികൾക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ 141 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ്സ് ദ ലോ ഡിക്ലെയർഡ് ബൈ ദ സുപ്രീം കോർട്ട് ഷാൽ ബി ബൈൻഡിങ് ഓൺ ഓൾ കോർട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ? ആർട്ടിക്കിൾ 141 ഓപ്ഷൻ എ. അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട കോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ് ഓർഡേഴ്സ്? അവരുടെ ഓർഡേഴ്സ് തന്നെ വീണ്ടും റിവ്യൂ ചെയ്യാൻ, ജഡ്ജ്മെൻറ്റ്സ് റിവ്യൂ ചെയ്യാനുള്ള പവർ ഏത് ആർട്ടിക്കിളിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു? ആർട്ടിക്കിൾ 137 ആണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ്സ് ഓർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ 137 ആണ് അതിന് സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്തുകളെക്കുറിച്ച് ബേസിക്കലി അതാണ് ചോദ്യം. എന്താ പറയുക, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സെയ്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൽ ടേക്ക് സ്റ്റെപ്സ് ടു ഓർഗനൈസ് പഞ്ചായത്ത്സ് ആൻഡ് എൻഡോ ദം വിത്ത് സച്ച് പവേഴ്സ് ആൻഡ് അതോറിറ്റി ആസ് മേ ബി നെസസറി ടു എനേബിൾ ദം ടു ഫംഗ്ഷൻ ആസ് യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെൻറ്റായി പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ പഞ്ചായത്തുകളെ സ്റ്റേറ്റ് ഓർഗനൈസ് ചെയ്യണം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 40 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ? ഏതാണ്? ആർട്ടിക്കിൾ 23 ആണ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ പാർലമെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് അഡീഷണൽ കോഡ്സ് ഫോർ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലോ മെയ്ഡ് ബൈ ഇറ്റ്? അതായത് ഏത് ആർട്ടിക്കിളാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളാണ് പാർലമെൻറ്റിനെ എംപവർ ചെയ്യുന്നത്? എന്തിന്? അഡീഷണൽ ആയിട്ടുള്ള കോഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നന്നായി നടക്കുന്ന രീതിയിൽ
ചെയ്യാൻ സമ്മതിക്കുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 247 ആണ് അങ്ങനെ പറയുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ പാർലമെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് അഡീഷണൽ കോർട്സ് ഫോർ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലോസ് മെയ്ഡ് ബൈ ഇറ്റ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 247. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ എനി സ്റ്റേറ്റ് ഫണ്ടഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഒരു സ്റ്റേറ്റ് ഫണ്ടഡ് അല്ല, അതായത് ഒരു ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് തടയുന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 28 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അടുത്തൊരു ടഫ് ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദർ ഷാൽ ബി എ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർ ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന് പറയുന്നത്? ഏത് ആർട്ടിക്കിളാണ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയി ഡൽഹിക്ക് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 239 AA 239 AA. Which of the following articles of the Constitution of India provides that there shall be a legislative assembly for the national capital territory? ആർട്ടിക്കിൾ 239 AA ആണ്. 239 AA ഓപ്ഷൻ ബി. പിന്നെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചോദ്യമാണ് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ലേസ് ഡൗൺ ദ യൂണിഫോം സിവിൽ കോഡ്? ഏതാണ്? ആർട്ടിക്കിൾ 44. ഇറ്റ് കംസ് അണ്ടർ ദ പാർട്ട് 4. ഏതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ? ആർട്ടിക്കിൾ 44 ഏതിലാണ്? പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ദാറ്റ് ഹാസ് എ യൂണിഫോം സിവിൽ കോഡ് ഈസ് ഗോവ. ആർട്ടിക്കിൾ 370 acknowledges the special status of the state of Jammu Kashmir. ഇപ്പോൾ റിവോക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇല്ല. ആർട്ടിക്കിൾ 12 ഡിഫൈൻസ് ദ ടേം സ്റ്റേറ്റ്. ഇതൊരു ജസ്റ്റ് സമ്മറിയാണ്. 377 പ്രൊവിഷൻസ് ഹാസ് ടു ബി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇത് റാൻഡമായിട്ട് കൊടുത്തിരിക്കുന്ന ഫാക്ട്സ് ആണ്. പക്ഷേ ഗോവയാണ് ഈ ചോദ്യമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്ട്രാ ഫാക്ട്. ഗോവയായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ദാറ്റ് ഹാസ് എ യൂണിഫോം സിവിൽ കോഡ് ഈസ് ഗോവ. പാർട്ട് 4 ആണ്. ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെ? 36 to 51 വരെ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണ്. ആർട്ടിക്കിൾ 356 and 360 ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദ ആർട്ടിക്കിൾസ് ബേസ്ഡ് ഓൺ എമർജൻസി പ്രൊവിഷൻസ് ആണ്. ആർട്ടിക്കിൾ 356 മുതൽ 360 വരെയുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ എന്തുമായി ബേസ്ഡ് ആണ്? എമർജൻസി പ്രൊവിഷൻസ്. ഇതിൽ 352 നാഷണൽ എമർജൻസി അല്ലേ? മറ്റേത് പ്രസിഡൻസ് റൂളാണ് 356. 360 ഫിനാൻഷ്യൽ എമർജൻസിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും റിപ്പീറ്റഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്? ഏതാണ്? ആർട്ടിക്കിൾ 338 ഷെഡ്യൂൾഡ് കാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്? ആർട്ടിക്കിൾ 338. സ്റ്റേറ്റിലെ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടോക്സ് അബൌട്ട് ദ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്? ആർട്ടിക്കിൾ 165 ആണ്. എന്താണ്? അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. പ്രൊവിഷൻസ് ഓഫ് ആസ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ ആർ മെൻഷൻ അണ്ടർ വിച്ച് ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂറുമാറ്റമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷനിൽ ഏത് തരം ഡിസ്ക്വാളിഫിക്കേഷനാണ്? പ്രൊവിഷൻസ് ഏതാണ്? 10th ഷെഡ്യൂളായി ബന്ധപ്പെട്ടതാണ് അല്ലേ? പ്രൊവിഷൻസ് ആസ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻസ് ആർ മെൻഷൻ അണ്ടർ ദ വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 10th ഷെഡ്യൂൾ. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തും വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ പ്രൊസീജിയർ ഫോർ ഇംപീച്ച്മെൻറ്റ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മെൻഷൻഡ്? ഏത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഈ പറഞ്ഞ ഇംപീച്ച്മെൻറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 61 ആണ് ഇംപീച്ച്മെൻറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആരുടെ? പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് അല്ലേ? ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ കംസ് അണ്ടർ വിച്ച് ലിസ്റ്റ് ഓഫ് 7th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 7th ഷെഡ്യൂൾ ഏതൊക്കെ ലിസ്റ്റാണ്? യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ട്രാൻസ്പോർട്ട് ലിസ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പം CBI പോലുള്ള സെൻട്രൽ ഏജൻസി എവിടെയാണുള്ളത്? ഏത് ലിസ്റ്റിലാണുള്ളത്? യൂണിയൻ ലിസ്റ്റ്. ഓപ്ഷൻ എ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കൺഫ്യൂഷനായി പോയത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ 5th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഏതാണ്? പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ 5th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 5th ഷെഡ്യൂൾ എന്താണ് വരുന്നത്? പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. തൽക്കാലം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കാരണം റാൻഡമായിട്ട് റിവിഷൻസ് പൊതുവേ നമുക്ക് ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മൾ റിവിഷനെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യുക. ബൈ, ടേക്ക് കെയർ. ഇത് ആക്ച്വലി SSCയിലെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ PSCയിലും ഉപകാരപ്പെടുന്ന കുറച്ച് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അത് വരുന്ന എക്സാംസിനൊക്കെ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നത്. കാരണം കുറച്ചും കൂടെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബൈ.